എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഭൂമിയും ജീവലോകവും എന്നുള്ള ചാപ്റ്ററുമായിട്ടാണ്. ഇതിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ജൈവമണ്ഡലത്തിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം. ജൈവമണ്ഡലത്തിന്റെ ഭാഗങ്ങൾ: ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം. ഭൂമിയുടെ ഉപരിതലം ഉൾപ്പെടുന്നതും ശിലകളും മണ്ണും കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്നതുമായ ഖരാവസ്ഥയിലുള്ള ഭാഗം ശിലാമണ്ഡലം. ഭൂമിയുടെ ഉപരിതലം ഉൾപ്പെടുന്നതും ശിലകളും മണ്ണും കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്നതുമായ ഖരാവസ്ഥയിലുള്ള ഭാഗം ശിലാമണ്ഡലം. സമുദ്രത്തിലെയും കരയിലെയും വായുവിലുമൊക്കെയായി കാണപ്പെടുന്ന ജലമെല്ലാം ചേർന്നതാണ് ജലമണ്ഡലം. സമുദ്രത്തിലെയും കരയിലെയും വായുവിലെയുമൊക്കെയായി കാണപ്പെടുന്ന ജലമെല്ലാം ചേർന്നതാണ് ജലമണ്ഡലം. ഭൂമിയെ പൊതിഞ്ഞു നിലകൊള്ളുന്ന വായുവിന്റെ ആവരണം അറിയപ്പെടുന്നത് വായുമണ്ഡലം എന്നാണ്. ഭൂമിയെ പൊതിഞ്ഞ് നിലകൊള്ളുന്ന വായുവിന്റെ ആവരണം അറിയപ്പെടുന്നത് വായുമണ്ഡലം എന്നാണ്. കരയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം എവറസ്റ്റ് കൊടുമുടിയാണ്. കരയിലെ ഏറ്റവും ഉയരം, നമ്മളിപ്പോൾ ഭൂമിയെ എടുത്തു നോക്കിയാൽ ആ ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് എവറസ്റ്റ് കൊടുമുടിയാണ്. സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം സലഞ്ചർ ഗർത്തം. സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ചലഞ്ചർ ഗർത്തം. ശിലാമണ്ഡലത്തിലെ പ്രധാന ഭൂരൂപങ്ങൾ: പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ. ശിലാമണ്ഡലത്തിലെ പ്രധാന ഭൂരൂപങ്ങൾ പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ എന്നിവയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 900 മീറ്ററിലധികം ഉയരവും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ ഭൂരൂപങ്ങൾ അറിയപ്പെടുന്നത് പർവ്വതങ്ങൾ എന്നാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 900 മീറ്ററിലധികം ഉയരമുള്ളതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ ഭൂരൂപങ്ങൾ അറിയപ്പെടുന്നത് പർവ്വതങ്ങൾ എന്നാണ്. മുകൾ ഭാഗം ഏറെക്കുറെ പരന്നതും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്ന ഭൂരൂപങ്ങൾ അറിയപ്പെടുന്നത് പീഠഭൂമികൾ എന്നാണ്. മുകൾ ഭാഗം ഏറെക്കുറെ പരന്നതും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നതുമായ ഭൂരൂപങ്ങൾ അറിയപ്പെടുന്നത് പീഠഭൂമികൾ എന്നാണ്. താരതമ്യേന താഴ്ന്നതും നിരപ്പായതുമായ വിശാല പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് സമതലങ്ങൾ എന്നാണ്. താരതമ്യേന താഴ്ന്നതും നിരപ്പായതുമായ വിശാല പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് സമതലങ്ങൾ എന്നാണ്. മനുഷ്യരുടെയും സസ്യജന്തു ജാലങ്ങളുടെയും നിലനിൽപ്പിന് അനിവാര്യമായ ഘടകമാണ് മണ്ണ്. മനുഷ്യരുടെയും സസ്യജന്തുജാലങ്ങളുടെയും നിലനിൽപ്പിന് അനിവാര്യമായ ഘടകം മണ്ണ്. മണ്ണിന്റെ ഫലപുഷ്ടിയെ ദോഷകരമായി ബാധിക്കുന്ന പ്രവർത്തനങ്ങൾ: രാസവളങ്ങളുടെ അമിതോപയോഗം, രാസകീടനാശിനികളുടെ അമിതോപയോഗം എന്നിവയാണ്. മണ്ണിന്റെ ഫലപുഷ്ടിയെ ദോഷകരമായി ബാധിക്കുന്ന പ്രവർത്തനങ്ങൾ: രാസവളങ്ങളുടെ അമിതോപയോഗം, രാസകീടനാശിനികളുടെ അമിതോപയോഗം എന്നിവയാണ്. നദികളിലെ അടിത്തട്ടിന്റെ ആഴം കൂടുന്നതിന് കാരണം മണൽവാരലാണ്. നദികളിലെ അടിത്തട്ടിന്റെ ആഴം കൂടുന്നതിന് കാരണം മണൽവാരൽ. നദികളുടെ അടിത്തട്ടിലെ പാറകൾ അറിയപ്പെടുന്നത് ബെഡ് റോക്ക് എന്നാണ്. നദികളുടെ അടിത്തട്ടിലെ പാറകൾ അറിയപ്പെടുന്നത് ബെഡ് റോക്ക്. നദികളുടെ വശങ്ങൾ അറിയപ്പെടുന്നത് ബാങ്ക് ഷെൽവിംഗ് എന്നാണ്. നദികളുടെ വശങ്ങൾ അറിയപ്പെടുന്നത് ബാങ്ക് ഷെൽവിംഗ് എന്നാണ്. മഴവെള്ളം ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങുന്ന സ്വാഭാവിക ഇടങ്ങളാണ് വയലും ചതുപ്പു പ്രദേശങ്ങളും. മഴവെള്ളം ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങുന്ന സ്വാഭാവിക ഇടങ്ങളാണ് വയലും ചതുപ്പു പ്രദേശങ്ങളും. പ്രകൃതിയുടെ സ്വാഭാവിക ജലസംഭരണ കേന്ദ്രങ്ങളാണ് കുന്നുകൾ.
പ്രകൃതിയുടെ സ്വാഭാവിക ജലസംഭരണ കേന്ദ്രങ്ങളാണ് കുന്നുകൾ. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലുമായി ഭൂമിയിലുള്ള ജലം നിലകൊള്ളുന്ന മണ്ഡലമാണ് ജലമണ്ഡലം. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലുമായി ഭൂമിയിലുള്ള ജലം നിലകൊള്ളുന്ന മണ്ഡലമാണ് ജലമണ്ഡലം. ഭൂമിയുടെ എത്ര ഭാഗമാണ് ജലം? 2 ഭാഗം ജലമാണ് നമ്മുടെ ഭൂമിയിൽ. അതിൽ 3 ഭാഗം ടോട്ടൽ ഉണ്ടെങ്കിൽ അതിൽ 2 ഭാഗവും ജലമാണ്. ഭൂമിയിലുള്ള ശുദ്ധജലത്തിന്റെ അളവ് 3%. ഭൂമിയിലുള്ള ശുദ്ധജലത്തിന്റെ അളവ് 3%. ഭൂമിയിലുള്ള ശുദ്ധജലത്തിൽ മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന ജലത്തിന്റെ അളവ് 1%-ൽ താഴെയാണ്. ഭൂമിയിലുള്ള ആകെ ശുദ്ധജലത്തിൽ മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന ജലത്തിന്റെ അളവ് 1%-ൽ താഴെയാണ്. വർഷത്തിൽ ശരാശരി 50 സെന്റിമീറ്ററിൽ താഴെ മഴ പെയ്യുന്ന റെലഗാൻ സിദ്ധി എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. വർഷത്തിൽ ശരാശരി 50 സെന്റിമീറ്ററിൽ താഴെ മഴ പെയ്യുന്ന റാലേഗാൻ സിദ്ധി എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. റാലേഗാൻ സിദ്ധി സ്ഥിതി ചെയ്യുന്ന ജില്ല അഹമ്മദ് നഗറാണ്. റാലേഗാൻ സിദ്ധി സ്ഥിതി ചെയ്യുന്ന ജില്ല അഹമ്മദ് നഗർ. 1975-ൽ സൈനിക സേവനത്തിൽ നിന്നും വിരമിച്ച് റാലേഗാൻ സിദ്ധി എന്ന മഴ കുറഞ്ഞ ഗ്രാമത്തിലെ ജലദൗർലഭ്യം ഇല്ലാതാക്കാനായി പ്രവർത്തിച്ച വ്യക്തിയാണ് ശ്രീ ബാബുറാവു ഹസാരെ എന്ന് പറയുന്നത്. 1975-ൽ സൈനിക സേവനത്തിൽ നിന്നും വിരമിച്ച് റാലേഗാൻ സിദ്ധി എന്ന മഴ കുറഞ്ഞ ഗ്രാമത്തിലെ ജലദൗർബല്യം ഇല്ലാതാക്കുന്നതിനു വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് ശ്രീ ബാബുറാവു ഹസാരെ. ഭൂമിയെ ഒരു പുതപ്പ് പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന വാതക പാളിയാണ് അന്തരീക്ഷം അഥവാ വായുമണ്ഡലം. ഭൂമിയെ ഒരു പുതപ്പ് പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന വാതക പാളിയാണ് അന്തരീക്ഷം അഥവാ വായുമണ്ഡലം. വായുവിന്റെ സ്വാഭാവിക സംരചനയ്ക്ക് മാറ്റമുണ്ടാകുന്ന തരത്തിൽ അതിൽ കലരുന്ന എന്തിനേയും പറയുന്ന പേരാണ് വായുമലിനീകരണം. വായുവിന്റെ സ്വാഭാവിക സംരചനയ്ക്ക് മാറ്റമുണ്ടാകുന്ന തരത്തിൽ അതിൽ കലരുന്ന എന്തിനേയും പറയുന്ന പേരാണ് വായുമലിനീകരണം. അന്തരീക്ഷത്തിലെ പ്രധാന ഘടകങ്ങളാണ് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, പൊടിപടലങ്ങൾ, നീരാവി എന്നിവ. അന്തരീക്ഷത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, പൊടിപടലങ്ങൾ, നീരാവി എന്നിവ. അന്തരീക്ഷത്തിന്റെ പ്രയോജനങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് ഒന്ന് കേട്ടുപോവുക. പ്രാണവായു നൽകുന്നു. മഴ, മഞ്ഞ് തുടങ്ങിയ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു. സസ്യങ്ങൾക്ക് ആവശ്യമായ കാർബൺ ഡയോക്സൈഡ് നൽകുന്നു. ഹാനികരമായ അൾട്രാവയലറ്റ്, ഗാമ തുടങ്ങിയ രശ്മികളിൽ നിന്നും സംരക്ഷണം നൽകുന്നു. ശുദ്ധവായു ശ്വസിക്കാൻ വേണ്ടി ജപ്പാനിലെ നഗരങ്ങളിൽ നിലവിലുള്ള സംവിധാനമാണ് ഓക്സിജൻ പാർലർ. ശുദ്ധവായു ശ്വസിക്കാൻ വേണ്ടി ജപ്പാനിലെ നഗരങ്ങളിൽ നിലവിലുള്ള സംവിധാനമാണ് ഓക്സിജൻ പാർലർ. കേരളത്തിൽ ഓക്സിജൻ പാർലർ നിലവിൽ വന്നത് എവിടെയാന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. അതൊരു കറണ്ട് അഫയേഴ്സ് ചോദ്യം കൂടിയാണ്. അന്തരീക്ഷത്തിലേക്ക് ശുദ്ധവായു പമ്പ് ചെയ്യുന്നതിനായി കൂറ്റൻ യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ഇന്ത്യൻ നഗരമാണ് ഡൽഹി. അന്തരീക്ഷത്തിലേക്ക് ശുദ്ധവായു പമ്പ് ചെയ്യുന്നതിനായിട്ട് കൂറ്റൻ യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ഇന്ത്യൻ നഗരമാണ് ഡൽഹി. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് ജൈവമണ്ഡലം. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ജൈവമണ്ഡലമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങളാണ് കാർബൺ ഡയോക്സൈഡ്, ധാതുലവണങ്ങൾ എന്നിവ. സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങളാണ് കാർബൺ ഡയോക്സൈഡ്, ധാതുലവണങ്ങൾ എന്നിവ. കാർബൺ ഡയോക്സൈഡ് ലഭ്യമാകുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ്. കാർബൺ ഡയോക്സൈഡ് ലഭ്യമാകുന്നത് അന്തരീക്ഷത്തിൽ നിന്ന്. ധാതുലവണങ്ങൾ ലഭ്യമാവുന്നത് ശിലാമണ്ഡലത്തിൽ നിന്നാണ്. ധാതുലവണങ്ങൾ ലഭ്യമാവുന്നത് ശിലാമണ്ഡലത്തിൽ നിന്നാണ്. പ്രകൃതിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതും
മനുഷ്യന്റെ ജീവനും സ്വത്തിനും കനത്ത നാശനഷ്ടമുണ്ടാക്കുന്നതുമായ പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ. പ്രകൃതിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതും മനുഷ്യന്റെ ജീവനും സ്വത്തിനും കനത്ത നാശനഷ്ടമുണ്ടാക്കുന്നതുമായ പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ. കുത്തനെ ചരിവുള്ള പ്രദേശങ്ങളിലെ പാറയും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസത്തെ പറയുന്ന പേരാണ് ഉരുൾപൊട്ടൽ. കുത്തനെ ചരിവുള്ള പ്രദേശങ്ങളിലെ പാറയും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസത്തെ പറയുന്ന പേരാണ് ഉരുൾപൊട്ടൽ. 2001 അമ്പൂരി ഉരുൾപൊട്ടൽ ഉണ്ടായ ജില്ല തിരുവനന്തപുരമാണ്. 2001 അമ്പൂരി ഉരുൾപൊട്ടൽ ഉണ്ടായ ജില്ല തിരുവനന്തപുരം. 2001 വെണ്ണിയാണി ഉരുൾപൊട്ടൽ ഉണ്ടായ ജില്ല ഇടുക്കി. 2001 വെണ്ണിയാണി ഉരുൾപൊട്ടൽ ഉണ്ടായ ജില്ല ഇടുക്കി. 2012 പുല്ലൂരാമ്പാറ ഉരുൾപൊട്ടൽ ഉണ്ടായ ജില്ല കോഴിക്കോട്. 2012 പുല്ലൂരാമ്പാറ ഉരുൾപൊട്ടൽ ഉണ്ടായ ജില്ല കോഴിക്കോടാണ്. 2013 ചീയപ്പാറ ഉരുൾപൊട്ടൽ ഉണ്ടായ ജില്ല ഇടുക്കിയാണ്. 2013 ചീയപ്പാറ ഉരുൾപൊട്ടൽ ഉണ്ടായ ജില്ല ഇടുക്കി. മഴക്കാലത്ത് നദികൾക്ക് ഉൾക്കൊള്ളാനാകാത്തത്ര ജലം ഒഴുകിയെത്തുമ്പോൾ അവ ഒഴുകുന്നതിനെ പറയുന്ന പേര് വെള്ളപ്പൊക്കം. മഴക്കാലത്ത് നദികൾക്ക് ഉൾക്കൊള്ളാനാകാത്തത്ര ജലം ഒഴുകിയെത്തുമ്പോൾ അവ കരകവിഞ്ഞൊഴുകുന്നതിന് പറയുന്ന പേരാണ് വെള്ളപ്പൊക്കം എന്നത്. 41 ചോദ്യങ്ങളോളം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് എന്നെ ഒന്ന് അറിയിക്കാൻ വേണ്ടി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സബ്സ്ക്രിപ്ഷന്റെയും ലൈക്കുകളുടെയൊക്കെ എണ്ണം കൂടുമ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനാണ്. നിങ്ങൾ എന്തായാലും അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നതുവരെ താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.